കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പരിചയപ്പെട്ട പവർ സ്റ്റേഷനുകൾ ഏതൊക്കെയായിരുന്നു? അതെ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, തെർമോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ആൻഡ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. ഇവിടെ ഒരു പവർ സ്റ്റേഷൻ്റെ ചിത്രം തന്നിരിക്കുന്നു. ചിത്രം നിരീക്ഷിക്കൂ. പവർ സ്റ്റേഷനിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് 11,000 വോൾട്ടതയിലാണ്, അഥവാ 11 കിലോ വോൾട്ട്. വിവിധ പവർ ഉൽപാദന കേന്ദ്രങ്ങളെയും പവർ വിതരണ സംവിധാനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ശൃംഖലയെ വിളിക്കുന്ന പേര് പവർ ഗ്രിഡ് എന്നാണ്. പവർ സ്റ്റേഷനിൽ വൈദ്യുതി നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നത് പ്രസരണ ലൈനുകൾ വഴിയാണല്ലോ. വൈദ്യുതി കടത്തിവിടുന്ന ചാലകങ്ങൾ തന്നെയല്ലേ ഇവ? അങ്ങനെയാണെങ്കിൽ ആ ചാലകങ്ങൾക്ക് പ്രതിരോധം ഉണ്ടാവില്ലേ? ഉണ്ട്. പ്രസരണ ലൈനുകളുടെ പ്രതിരോധം മൂലം അതിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ താപരൂപത്തിൽ വൈദ്യുതോർജ്ജം നഷ്ടപ്പെടില്ലേ? ദൂരസ്ഥലങ്ങളിലേക്ക് വൈദ്യുതി പ്രേഷണം ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന പ്രശ്നമല്ലേ അപ്പോൾ ഇത്? ഇങ്ങനെ താപരൂപത്തിൽ ഊർജ്ജം നഷ്ടപ്പെടുമ്പോൾ വോൾട്ടേജിലും കുറവ് സംഭവിക്കില്ലേ? വോൾട്ടേജ് താഴ്ചയും പ്രസരണ നഷ്ടവുമാണ് ഇവിടെ സംഭവിക്കുന്നത്. ദൂരസ്ഥലങ്ങളിലേക്ക് പവർ പ്രേഷണം ചെയ്യുമ്പോൾ ചാലകത്തിൽ താപരൂപത്തിൽ ഊർജ്ജ നഷ്ടമുണ്ടാകുന്നു. ഇതാണ് പ്രസരണ നഷ്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൂരസ്ഥലത്തിലേക്ക് പവർ പ്രേഷണം ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളാണ് വോൾട്ടേജ് താഴ്ചയും പ്രസരണ നഷ്ടവും. When electricity is transmitted to distant places, there is loss of energy in the conductors in the form of heat. This is known as transmission loss. Voltage drop and transmission loss are the problems we encountered when power is transmitted to distant places. പവർ പ്രേഷണം ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളാണല്ലോ പ്രസരണ നഷ്ടം. ഈ പ്രസരണ നഷ്ടം എങ്ങനെയാണ് കുറയ്ക്കാൻ പറ്റുന്നത്? ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അവിടെ താപം ഉണ്ടാവുമെന്ന് നമുക്കറിയാം. ഈ താപത്തിൻ്റെ അളവ് H=I²RT ആണല്ലോ. അപ്പോൾ ഈ താപോർജ്ജം കുറയ്ക്കാനുള്ള മാർഗം കറണ്ട് കുറയ്ക്കുക, പ്രതിരോധം കുറയ്ക്കുക, അല്ലെങ്കിൽ സമയം കുറയ്ക്കുക എന്നുള്ളതാണ്. പവർ പ്രേഷണം തുടർച്ചയായ പ്രക്രിയ ആയതിനാൽ സമയം കുറയ്ക്കുക എന്നത് പ്രായോഗികമല്ല. പിന്നീട് പ്രതിരോധം കുറയ്ക്കുക എന്നുള്ളതാണ്. പ്രതിരോധം കുറയ്ക്കണമെങ്കിൽ ഏറ്റവും പ്രതിരോധം കുറഞ്ഞ അല്ലെങ്കിൽ വൈദ്യുതിയെ സുഗമമായി കടത്തിവിടുന്ന ചാലകം എന്ന് പറയുന്നത് വെള്ളിയാണ്. വില കൂടിയതുകൊണ്ടും മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ടും വെള്ളി എന്ന് പറയുന്ന പ്രതിരോധം കുറഞ്ഞ ഈ ചാലകത്തെ പ്രായോഗികമായി നടപ്പിലാക്കാൻ സാധിക്കുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രതിരോധം കുറയ്ക്കണമെങ്കിൽ സ്വാഭാവികമായും നാം ഇവിടെ ഉപയോഗപ്പെടുത്തുന്ന ചാലക കമ്പി അലുമിനിയം കമ്പികളാണ്. ഇത്തരം അലുമിനിയം കമ്പികളിൽ പ്രതിരോധം കുറയ്ക്കാനുള്ള മാർഗം അവയുടെ വണ്ണം കൂട്ടുക എന്നുള്ളതാണ്. ഛേദതല പരപ്പളവ് കൂട്ടുക. ഇങ്ങനെ വണ്ണം കൂടിയ അലുമിനിയം കമ്പികളാണ് നാം ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ അതിൻ്റെ ഭാരം കൂടുന്നതല്ലേ? ഇത്രയും ഭാരം കൂടിയ കമ്പികളെ ലൈനുകളിലൂടെ കടന്നു പോകുമ്പോൾ പ്രായോഗികമായി അതും ബുദ്ധിമുട്ടുണ്ടാക്കുന്നവയല്ലേ? അതുകൊണ്ട് അതും പ്രശ്നമാണ്. പിന്നീടുള്ളത് കറണ്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. കറണ്ട് പകുതിയായി കുറച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ താപം 1/4 കുറയും എന്ന് പറഞ്ഞാൽ വലിയൊരു അളവിൽ താപോർജ്ജം കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കറണ്ട് കുറയ്ക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ താപോർജ്ജം പരമാവധി കുറയുന്നുണ്ട് എങ്കിൽ ഇവിടെ പവറിലും മാറ്റം വരാൻ സാധ്യതയില്ലേ? എന്താ പവർ എന്ന് പറഞ്ഞാൽ? അവിടെയുള്ള വോൾട്ടതയുടെയും കറണ്ടിൻ്റെയും ഗുണനഫലമാണല്ലോ പവർ എന്ന് പറയുന്നത്. താപോർജ്ജം കുറയ്ക്കാൻ വേണ്ടി കറണ്ട് കുറയ്ക്കുമ്പോൾ പവറും സ്വാഭാവികമായി കുറയില്ലേ? അതുകൊണ്ട് പവറിൽ വ്യത്യാസം വരാതെ ഇവിടെ കറണ്ടിനെ കുറയ്ക്കുകയാണ് മാർഗം. P=V×I ആയതിനാൽ എത്രയാണോ അവിടെ കറണ്ട് കുറയുന്നത് അത്ര തന്നെ വോൾട്ടത ഉയർത്തിയാൽ പോരെ.
അപ്പോൾ വോൾട്ടേജ് ഉയർത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിക്കുന്നതല്ലേ? വോൾട്ടേജ് ഉയർത്തണമെങ്കിൽ ഏത് ട്രാൻസ്ഫോമറിനെ സാധിക്കുകയുള്ളൂ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗപ്പെടുത്തണം. ഇങ്ങനെ പ്രസരണ നഷ്ടം കുറയ്ക്കാൻ വേണ്ടി നാം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗപ്പെടുത്തി വോൾട്ടേജ് ഉയർത്തുകയാണ് ചെയ്യുന്നത്. പവർ സ്റ്റേഷനിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് 11,000 വോൾട്ടേജിലാണ്, അഥവാ 11 kV. പ്രസരണ നഷ്ടവും വോൾട്ടേജ് താഴ്ചയും കുറയ്ക്കുന്നതിന് വേണ്ടി 11 kV വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം അവിടെ ഒരു പവർ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നു. ഇത്തരം പവർ ട്രാൻസ്ഫോമറിൽ നിന്ന് വിതരണം ചെയ്യുന്ന വോൾട്ടേജ് 220 kV ആണ്. അതായത് പ്രസരണ നഷ്ടവും വോൾട്ടേജ് താഴ്ചയും കുറയ്ക്കാൻ വേണ്ടി ഇത്തരം പവർ ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് അറിയപ്പെടുന്നു. പവർ സ്റ്റേഷനിൽ വെച്ച് തന്നെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് വോൾട്ടേജ് 220 kV വരെ ഉയർത്തുന്നു. ഇതിൻ്റെ ഫലമായി കറൻറ്റും താപരൂപേണയുള്ള ഊർജ നഷ്ടവും കുറയുന്നു. The voltage is increased up to 220 kV at the power station itself. As a result, the current and loss of energy in the form of heat is decreases. ഇത്തരം പവർ സ്റ്റേഷനുകളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് 11 kV-യിലാണ്. ഈ 11 kV-യെ പ്രസരണ നഷ്ടം, വോൾട്ടേജ് താഴ്ച ഇവ ഒഴിവാക്കുന്നതിന് വേണ്ടി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ അഥവാ പവർ ട്രാൻസ്ഫോമർ ഉപയോഗപ്പെടുത്തി 220 kV-യായി ഉയർത്തുന്നു. പിന്നീട് ഇത് സബ്സ്റ്റേഷനുകളിലേക്ക് വിതരണം നടത്തുന്നു. സബ്സ്റ്റേഷനുകളിലേക്ക് എത്തുന്ന ഇത്തരം വൈദ്യുതിയുടെ വോൾട്ടേജ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകളാണ് പിന്നീട് ഉപയോഗപ്പെടുത്തുന്നത്. ഇങ്ങനെ ഇവ വിതരണ ട്രാൻസ്ഫോമറുകളിലേക്ക് എത്തുന്നു. വിതരണ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിൽ എത്തുന്നത് 3 കോയിലുകളായിരിക്കും, 3 ലൈനുകളായിരിക്കും. സെക്കൻഡറിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് 4 ലൈനുകളാണ്. ഇവയിൽ 3 ലൈനുകൾ എന്ന് പറയുന്നത് ഫേസുകളും ഒരെണ്ണം ന്യൂട്രലുമായിരിക്കും. ന്യൂട്രലിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 വോൾട്ടേജ് ആണ്. 2 ഫേസുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ 400 വോൾട്ടേജ് ആണ്. വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് 400 വോൾട്ടേജ് ഉപയോഗപ്പെടുത്തുന്നത്. ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ട വോൾട്ടേജ് 230 വോൾട്ടേജ് ആണ്. ഇവ ലഭിക്കാൻ ഒരു ഫേസും ഒരു ന്യൂട്രലും തമ്മിലുള്ളതാണ്. പവർ പ്രേഷണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ സബ്സ്റ്റേഷനുകളിൽ വെച്ച് വോൾട്ടേജ് ക്രമമായി താഴ്ത്തുകയും വിതരണ ട്രാൻസ്ഫോമറിലേക്ക് 11 kV-യിൽ വൈദ്യുതി എത്തിക്കുകയും ചെയ്യുന്നു. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള 230 വോൾട്ടേജും വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള 400 വോൾട്ടും വിതരണ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നും ലഭിക്കുന്നു. The voltage is lowered at different stages of power transmission and electricity is made available to the distribution transformer at 11 kV. 230 volt required for household purposes is made available by distribution transformers. 400 volt needed for industrial purposes are also obtained from distribution transformers. പവർ സ്റ്റേഷനുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി എങ്ങനെയാണ് നമ്മുടെ വീടുകളിൽ എത്തിച്ചേരുന്നത്? പവർ സ്റ്റേഷനിലെ പവർ ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാകുന്നു. നമ്മുടെ രാജ്യത്തെ പവർ ജനറേറ്ററുകൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് 11 kV-ലാണ്. 11 kV-യിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് 220 kV അതിൽ കൂടുതലോ ആക്കിയാണ് പ്രേഷണം ചെയ്യുന്നത്. പവർ സ്റ്റേഷനിൽ നിന്നും ഉന്നത വോൾട്ടേജിലുള്ള വൈദ്യുതി പല ഭാഗത്തേക്ക് ചാലക കമ്പികൾ മുഖേന പ്രേഷണം ചെയ്യുന്നു. തുടർന്ന് വൈദ്യുതി 220 kV സബ്സ്റ്റേഷനിൽ എത്തിക്കുന്നു. 220 kV സബ്സ്റ്റേഷനിൽ നിന്നും വോൾട്ടേജ് 110 kV ആയി കുറച്ച് വീണ്ടും പല ഭാഗത്തേക്ക് അയക്കുന്നു. 110 kV ലൈനുകൾ തുടർന്ന് എത്തിച്ചേരുന്നത് 110 kV സബ്സ്റ്റേഷനുകളിലാണ്. അവിടെ നിന്ന്
വോൾട്ടേജ് 11 kV ആയി കുറച്ച് പല ഭാഗത്തേക്ക് അയക്കുന്നു. നമ്മുടെ വീടിനടുത്തുള്ള ട്രാൻസ്ഫോമറിലേക്കാണ് 11 kV ലൈനുകൾ എത്തിച്ചേരുന്നത്. ഈ ട്രാൻസ്ഫോമർ 11 kVയെ 230 വോൾട്ടായി താഴ്ത്തുന്നു. ഈ ട്രാൻസ്ഫോമറിൽ നിന്ന് 3 ഫേസ് ലൈനുകളും ഒരു ന്യൂട്രൽ ലൈനും പുറപ്പെടുന്നു. ഒരു ഫേസ് ലൈനിൽ നിന്നും ഒരു ന്യൂട്രൽ ലൈനിൽ നിന്നുമാണ് നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി നാം വൈദ്യുതി കണക്ഷൻ എടുക്കുന്നത്. തുടർന്ന് വൈദ്യുതി ഓരോ ഉപകരണത്തിലും എത്തുകയും അവ പ്രവർത്തിക്കുകയും ചെയ്യുന്നു.